Hello, my dear students. We observed pond and paddy fields. Pond and paddy fields നമ്മൾ നോക്കി. Now complete the table below with organisms that live on land and water. വാട്ടറിലും ലാൻഡിലും ഉള്ള ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ഓർഗാനിസത്തിൻ്റെയും എന്ത് ചെയ്യണം, പേരുകൾ നിങ്ങൾ താഴെ കാണുന്ന പട്ടികയിൽ പൂരിപ്പിക്കണം. ലിവിങ് ഓൺ ലാൻഡ്, ലിവിങ് ഇൻ വാട്ടർ. ലാൻഡിൽ താമസിക്കുന്നത്, വാട്ടറിൽ താമസിക്കുന്നത്. രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ബനിയൻ ട്രീ, മൊങ്കൂസ്, വാട്ടർ ലില്ലി, ഫ്രോഗ്. മൊങ്കൂസ് അറിയാലോ, കീരി, പാമ്പിനെ പിടിക്കുന്നത്. നൗ ലിസൺ. ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. വാട്ടർ ലില്ലി പൂത്താലി, ലോട്ടസ് താമര, ബോത്ത് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിലാണ് താമസിക്കുന്നത് അല്ലേ. വാട്ട് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ വാട്ടർ. എന്ത് അഡാപ്റ്റേഷനാണ് അവരെ വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതുക. സോ വാട്ടർ പ്ലാന്റ്സിന് പറയും അക്വാറ്റിക് പ്ലാന്റ്സ്. So aquatic plants have roots fixed in the soil and only hold plants in place. Stems are long, hollow, light and grow above the surface of water, and leaves, flowers float on the surface of water. Hollow means പൊള്ളയായത്. ബാക്കിയൊക്കെ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ സം അക്വാറ്റിക് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ടു ബി ടോട്ടലി സബ്മേർജ്ഡ്. സബ്മേർജ്ഡ് മീൻസ് മുങ്ങിക്കിടക്കുക ഇൻ വാട്ടർ, ആൻഡ് ദീസ് ഹാവ് ഹൈലി ഡിവൈഡഡ് ലീവ്സ് ഫോർ ദ ഫ്ലോ ഓഫ് വാട്ടർ വിത്തൗട്ട് ഡാമേജിങ് ദം. എന്താണ്, ഒരുപാട് നേരിയ ലീവ്സ് ആയിരിക്കും എന്തിന്, വാട്ടറിൻ്റെ ഫ്ലോ എളുപ്പത്തിൽ പോകാൻ വേണ്ടി. എക്സാമ്പിൾ സെറാട്ടോഫൈലം. നൗ ലെറ്റ് us കണ്ടിന്യൂ. ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. കരയിലും വെള്ളത്തിലും. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ്പ് എ ടോർട്ടോയിസ് ടു മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഒരു ടോർട്ടോയിസിനെ ലാൻഡിലും വാട്ടറിലും മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്? സ്ലിമ്മി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. ഓർ ലൈക്ക് ലെഗ്സ്. എന്താണ് ഓർ എന്ന് പറഞ്ഞാൽ പങ്കായം പോലുള്ള കാലുകൾ അല്ലേ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാൻ യു ആഡ് സം മോർ ഫീച്ചേഴ്സ്? ഇനി കുറച്ചുകൂടി പ്രത്യേകതകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ദീസ് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ദ ടോർട്ടോയിസ് ടു ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ടോർട്ടോയിസിന് ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുക. ഡു ഫ്രോഗ്സ് ഓൾസോ ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്? തവളകൾക്കും അങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. അഡാപ്റ്റേഷൻസ് ഓഫ് ഫ്രോഗ്. സ്ലിപ്പറി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. ലിംസ് ഹെൽപ്പ് ഇറ്റ് ടു ഹോപ്പ് ഓൺ ലാൻഡ്. ലിംസ് ഹോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, ജമ്പ് ചെയ്യാൻ അല്ലേ. ലോങ് ആൻഡ് സ്റ്റിക്കി ടങ്. അതിൻ്റെ നാക്ക് കണ്ടിട്ടുണ്ടാവും, നീളമുള്ള പശയുള്ള നാവാണ് അല്ലേ. ദ ഫ്രോഗ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ സ്കിൻ ഇൻ വാട്ടർ. വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിന്നിലൂടെയും, ആൻഡ് ത്രൂ നോസ്ട്രിൽസ് ഓൺ ലാൻഡ്. ലാൻഡിലായിരിക്കുമ്പോൾ നോസ്ട്രിൽസിലൂടെയും ബ്രീത്ത് ചെയ്യാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ്, ഡക്ക്. Adaptations of duck. Oily feathers, beak that is suitable for feeding from water and mud, webbed feet. You know all the meanings, isn't it? Webbed feet means തുന്നിക്കെട്ടിയ പോലുള്ള കാലുകൾ, അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ. നെക്സ്റ്റ്, വാട്ടർ ക്രോ. വെബ്ഡ് ഫീറ്റ്, ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ് ബീക്ക്, ഓയിലി ഫെദേഴ്സ്, ഫ്ലെക്സിബിൾ നെക്ക്. ഫ്ലെക്സിബിൾ മീൻസ് എങ്ങോട്ട് ചലിപ്പിക്കാനും കഴിവുള്ള കഴുത്ത്. ഓയിലി ഫെദേഴ്സ് അറിയാം. ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ്. കർവ്ഡ് മീൻസ് വളഞ്ഞ. ഓക്കെ, നെക്സ്റ്റ്, സീ ഒട്ടേഴ്സ്. നീർക്കുതിര. സീ ഒട്ടേഴ്സ് ക്യാൻ ഓൾസോ അഡ്ജസ്റ്റ് ഹൗ മച്ച് എയർ ദേ ഹോൾഡ് ഇൻ ദെയർ ലങ്സ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദെയർ ഫ്ലോട്ട്. അവർക്ക് ഒഴുകി കളിക്കാൻ വേണ്ടിയിട്ട്, കിടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലങ്സിനകത്ത്, ശ്വാസകോശത്തിനകത്ത് എത്ര എയറിനെ സൂക്ഷിക്കാൻ അവർക്ക് കഴിയും. ദെയർ തിക്ക് ഫർ ഹെൽപ്സ് കീപ് ദ ആനിമൽ വാം ആൻഡ് ഡ്രൈ. അതിൻ്റെ രോമങ്ങൾ, കട്ടിയുള്ള രോമങ്ങൾ അതിനെ വാമായിട്ടും ചൂട് നിലനിർത്താനും ഡ്രൈ ആയിട്ട് നിലനിർത്താനും, അതായത് ഉണങ്ങിയിട്ട് നിർത്താനും അതിൻ്റെ ബോഡിയെ നിർത്താൻ സഹായിക്കും. ആൻഡ് ഈവൺ വെൻ ദേ ആർ ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ. അതായത് വെള്ളത്തിൽ ഒഴുകി കളിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിനൊക്കെ പറ്റുന്നത് അതിൻ്റെ രോമങ്ങളുടെ പ്രത്യേകത. നെക്സ്റ്റ്, ടോർട്ടോയിസ്. സ്ലിമ്മി ബോഡി ഓർ ലൈക്ക് ലെഗ്സ്. ഇറ്റ് ഹാസ് നോ ടീത്ത്. നെക്സ്റ്റ്, ടോർട്ടോയിസ് നമ്മൾ പറഞ്ഞു. സ്ലിമ്മി ബോഡി ഓർ ലൈക്ക് ലെഗ്സ്. ഇറ്റ് ഹാസ് നോ ടീത്ത്. പല്ലുകളില്ല. ബട്ട് ഇറ്റ് ഹാസ് സ്ട്രോങ് ആൻഡ് ഫാറ്റ് ലിപ്സ്. നല്ല തടിച്ച പിന്നെ ചുണ്ടുകൾ അതിന് ഉണ്ട്. നെക്സ്റ്റ്, സീ ടേർട്ടിൽ. കടലാമകൾ. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് മോഡിഫൈഡ് ടു ഫ്ലിപ്പേഴ്സ് ടു ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. നീന്താൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ കൈകളും കാലുകളും ഫ്ലിപ്പേഴ്സ് പോലെയായി മാറിയിട്ടുണ്ട്. ടേർട്ടിൽസ് ഹാവ് മോർ ദാൻ 1 lungs located on the top of their shells for breathing. അതിനെ ശ്വസനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ശ്വാസകോശങ്ങളുണ്ട്.
Next is crocodile. The tail is so strong that they can propel their entire body out of the water. അത്രയും ശക്തിയുള്ള വാലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്രൊക്കോഡൈലിൻ്റെ വാലല്ലേ. And they cannot chew. So it will spin its body around very fast, which help in ബ്രേക്കിംഗ് ദ ഫുഡ് ഇൻ ഇറ്റ്സ് മൗത്ത്. അതിൻ്റെ വായിലുള്ള ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട്, അത് പൊടിയാൻ വേണ്ടിയിട്ട് അത് ബോഡി സ്പീഡിൽ സ്പിൻ ചെയ്യും. അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് അത്. നെക്സ്റ്റ് ടാഡ്പോൾ, വാൽമാക്രി. ദ ടാഡ്പോൾ ഗ്രോസ് 2 front legs and its long tail becomes shorter and shorter. The tadpole uses the nutrients stored in its tail as food. So until its tail is completely gone, it doesn't need anything else to eat. Then just a little stub of its tail is left and tadpole is a young frog. ഓക്കെ, സോ ടാഡ്പോളിന് എന്തിനാണ് ടെയില്? അതിൻ്റെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ടാഡ്പോൾ വലുതാവുന്നതിനനുസരിച്ച് ടെയില് ചെറുതാവുകയും ഫൈനലി അതൊരു ഫ്രോഗായി മാറുകയും ചെയ്യും. സോ യു ഗോട്ട് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ. നൗ യു ക്യാൻ ഫിൽ ദ table now. Which other creatures do you know have adaptations to live both on land and in water? List the creatures and their adaptations. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. So you can fill the table. You can draw this table. ഈ ടേബിൾ വരയ്ക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ദിസ്. ലാസ്റ്റ് കോളത്തിൽ ടീച്ചർ സേഫ്റ്റിയാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല അഡാപ്റ്റേഷൻസ് പല ആനിമൽസിലും കാണാം. അതുകൊണ്ട് ടീച്ചർ സേഫ്റ്റി ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും